ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണം അറിയോ? നമ്മളിന്ന് ഇതുവരെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആരും ഉണ്ടാക്കാത്തൊരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, കരീല ഗോഷ്. അപ്പോൾ ഈ പേര് വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കരിയിലയോ? അതായത് കരിയില നമ്മളെ നാട്ടിലൊക്കെ പറയണത് എന്താ, ആ ഇല വാടി കരിഞ്ഞ ആ സാധനത്തിനാണല്ലോ കരിയില എന്ന് പറയാം. പക്ഷേ അതൊരു ഹിന്ദി വേർഡാണ് കേട്ടോ. അപ്പോൾ ഈ കരിയിലേൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പാവയ്ക്ക, അതായത് കൈപ്പങ്ങ. പിന്നെ ഗോഷ് എന്ന് പറഞ്ഞാൽ ഇറച്ചി, ചിക്കൻ, ഇറച്ചി എല്ലാ വർഗ്ഗങ്ങളും, അതിനാണ് പ്രധാനപ്പെട്ട ഹിന്ദിയിൽ പറയുന്നത് ഗോഷ് എന്ന്. അപ്പോൾ ഈ രണ്ട് പേരും കൂടിയൊരു പേരാണ് കരീല ഗോഷ്. അപ്പോൾ നമ്മളിന്ന് വേഗം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു പാകിസ്ഥാൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വേഗം നോക്കാം. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കുന്ന ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ കൈപ്പങ്ങ ഇതേപോലെ അരിയുക. അതാ കണ്ടോ, അധികം കനമില്ലാതെ നീളത്തിൽ ഇങ്ങനെ അരിയുക. ഇപ്പം ഞാൻ 1 കിലോ ചിക്കനാണ് എടുക്കണേ. ആ 1 കിലോ ചിക്കനിലേക്ക് 500 കൈപ്പങ്ങയാണ് ഇട്ടുള്ളത്. അതിങ്ങനെ അരിഞ്ഞ് കാണുമ്പോൾ ഒരുപാട് ഉണ്ട് തോന്നും. പക്ഷേ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് വാട്ടാണ് ചെയ്യണം. അപ്പോൾ വാട്ടുമ്പോൾ അത് ഇതിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യണം, ഇത് വാട്ടണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ കൈപ്പങ്ങേനെ വാട്ടി പൊരിച്ചെടുക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഡിഷ് ഉണ്ടാക്കേണ്ടത്, അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒന്ന് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെ കൈപ്പങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കൈപ്പങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ കൈപ്പങ്ങയ്ക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കണ്ട കേട്ടോ. വെറുതെ ഇങ്ങനെ അരിയുക, ഇങ്ങനെ വെറുതെ പൊരിക്കുക. ഇത് നല്ലപോലെ ക്രിസ്പി ആവണവരെയൊന്നും പൊരിക്കേണ്ട, ഒരു ഹാഫ് വേവ് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കൈപ്പങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സാധനം കേട്ടോ കൈപ്പങ്ങ. പക്ഷേ ഈ കുട്ടികളൊന്നും ഇതിങ്ങനെ കഴിക്കൂലല്ലോ. ഒരുപാട് നല്ല വലിയവർക്കൊന്നും ചിലപ്പോൾ ഈ കയ്പ്പ് രസം ഇഷ്ടമില്ലാത്തവർ അധികം ആൾക്കാരുണ്ടാവും. പക്ഷേ ഇഷ്ടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൈപ്പങ്ങേൻ്റെ ഉപ്പേരി ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറുണ്ണാൻ, അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ കൈപ്പയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തൊക്കെയാ വെച്ചാൽ പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാം, ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാം, പിന്നെ വിറ്റാമിൻ എ, സി ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള സാധനമാണ്. പിന്നെ സിങ്ക്, അയേണ്, ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് കൈപ്പങ്ങ. അപ്പോൾ ഈ കൈപ്പങ്ങ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല കേട്ടോ. അപ്പോൾ ഈ കൈപ്പങ്ങ നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കുക നമ്മൾ ഈ ഒരു ഡിഷ് കൊണ്ട്. കാരണം നമ്മളിതിലിടാൻ പോണ വേറെ സംഭവം ചിക്കനാണല്ലോ. അപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഈ കൈപ്പേൻ്റെ ഈ ഒരു സംഭവമൊക്കെ വയറ്റിക്ക് എത്തിയവർക്ക് എല്ലാ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കൈപ്പങ്ങയൊക്കെ ചിക്കനിൽ ചേർക്കുമ്പോൾ വിചാരിക്കും ഒരുമാതിരി ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതിന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കൈപ്പങ്ങ അതാ ഒരു ഹാഫ് വേവായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കോരി മാറ്റി വെച്ച ആ വെളിച്ചെണ്ണയ്ക്ക് എന്നതാ ചെറിയ ഉള്ളി കേട്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി. ഇത് 1/2 കിലോ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ നല്ലോണം വാട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടില്ലേ? ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടത് അറിയോ? ഇനി നമുക്ക് പൊടികൾ ചേർക്കണം. ആദ്യം നമ്മൾ എന്താ ചേർക്കാൻ പോകണം അറിയോ? വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് നല്ലോണം എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണിത്. ഈ വെള്ള കുരുകൾ നല്ലോണം പൊടിയും വേണം. അതുപോലെ ഇതിൻ്റെ ഈ മുളകിൻ്റെ ഈ പിന്നെ പുറംത്തോടില്ലേ, അത് നല്ലോണം പൊടിയും വേണം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ പൊടിക്കണം. അപ്പോൾ അത് ചേർക്കുകയാണേ. അതൊരു 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണേ, അത് 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ചിക്കന്. എന്നിട്ടത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. നമുക്കിതിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഞാൻ നല്ലപോലെ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്തു. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് പോരാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതേപോലെ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇളക്കുക. ഇത് നല്ലപോലെ പഴുത്ത 2 തക്കാളി കുനുകുന അരിഞ്ഞതാട്ടോ ഞാൻ. അപ്പോൾ അത് നമുക്ക് കുനുകുന ചേർത്ത് കൊടുക്കുക. അപ്പം അതും ചേർത്ത് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പിൻ്റെ അളവ് പിന്നെ ആവശ്യത്തിന്, അതാണ് ഉപ്പിൻ്റെ അളവ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു മസാലയ്ക്ക് നമ്മളൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം.
ഈ വെള്ളം ഒഴിക്കണത് എന്താ വെച്ചാൽ ഈ തക്കാളീൻ്റെ ഒരു പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ടും ഈ ഉള്ളി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച്. പിന്നെ ചിക്കനാണല്ലോ നമ്മൾ ഇതിലിടുക, ആ ചിക്കനിലും ഉണ്ടാവും ആവശ്യത്തിന് വെള്ളം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. വൗ, നല്ലപോലെ സെറ്റായിട്ടുണ്ടല്ലോ. ഇതാ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്, തക്കാളിയൊക്കെ നല്ല ജ്യൂസി പരിവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതേപോലെ 2 ഇല്ലി കരിവേപ്പില അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മസാല അടിപൊളി റെഡി ആയില്ലേ. ഇനി നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ ചേർക്കണം. അപ്പോൾ അതായത് ബോൺലെസ് ചിക്കനാണ് നമ്മൾ ഈ ഡിഷിക്ക് ചേർക്കണം കേട്ടോ. അതാ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ വേണം. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അടിപൊളി കളറും അല്ലേ. നമ്മളെ കാശ്മീരി മുളക് പൊടിൻ്റെ മാജിക്കാണ് കളറ്. നമ്മളിത്തിരി തീയൊക്കെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളം മതി. നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 3 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു ഇത്തിരിയും കൂടി വെള്ളം. തീയൊക്കെ നല്ലോണം കൂട്ടിയല്ലേ, അപ്പം അടിയിലൊന്നും പിടിക്കണ്ട. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് നമുക്കിതൊരു ഹാഫ് വേവാവണത് വരെ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ കുറച്ച് സമയമായി, നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി നോക്കട്ടോ. ആ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരുന്നുണ്ട്. വെന്തിട്ടില്ല, കുറച്ച് സമയം കൂടി അടച്ചു വേവിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു ഹാഫ് വേവായിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നല്ലപോലെ തളയൊക്കെ വരുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ കരിയില ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ കരിയില ഇതാ ഫ്രണ്ട്സ്, നമ്മൾ നല്ലപോലെ വറുത്ത് കോരി വെച്ച കരിയില ഇപ്പോൾ ചൂടക്കറി നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കരിയില, നമ്മളെ കൈപ്പങ്ങ, എന്താല്ലേ പേര്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കട്ടോ. നമ്മളെ കരിയിലയും ചിക്കനും, കരിയിലയും മണ്ണാങ്കട്ടയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കരിയിലയും ചിക്കനും ഇപ്പം കേട്ടു അല്ലേ. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ഇളക്കി ഇങ്ങോട്ട് സെറ്റാക്കട്ടോ. ഇപ്പോൾ ചിക്കന് ഹാഫ് വേവലായിട്ടുള്ളൂ, നമ്മളെ കൈപ്പങ്ങി ഹാഫ് വേവിൽ നമ്മൾ വറുത്ത് കോരി വെച്ചതായിരുന്നു. ഇനി അതും കൂടി ഫുള്ള് വേവാവണം. അപ്പോൾ അതുവരേക്കും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കരിയില ഗോഷ്ട് എന്തായി നോക്കാം. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇളക്കി നോക്കാം കേട്ടോ, ഇളക്കി നോക്കാം. ഇതൊരു ഗ്രേവി രീതിയിലുള്ള കറിയാട്ടോ. അപ്പോൾ അതാ നമ്മളെ കൈപ്പങ്ങയൊക്കെ ഇതിലുണ്ടോയെന്ന് പോലും കാണുന്നില്ല. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് വാങ്ങി വെക്കാം കേട്ടോ. ഇതിക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വിതറി കൊടുക്കുക. അത് ഏതാ ഭംഗിയില്ലേ കാണാൻ. എന്നിട്ടൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ ഒരു പാത്രത്തേക്ക് വിളമ്പുക കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണത് ആരാ അറിയോ? വിനാട്ടനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോണേ. കാരണം എന്താ, കൈപ്പങ്ങ വിനാട്ടിന് തീരെ ഇഷ്ടമില്ല. ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കുപോലും ഇല്ല, നാവുമ്മൽ പോലും വെച്ച് നോക്കില്ല കൈപ്പങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ആളെക്കൊണ്ട് ഇതൊന്ന് കഴിപ്പിക്കണം, കൈപ്പങ്ങ ഒന്ന് കഴിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെന്തായാലും പറ്റൂല. അപ്പം നമ്മളെ ഈ കരിയില ഗോഷ് ഇതിങ്ങനെ കണ്ടാൽ അതിൽ കയ്പുണ്ടെന്നൊന്നും തോന്നൂലല്ലോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കയ്പിൻ്റെ ടേസ്റ്റ് കിട്ടുമോ എന്നൊക്കെ നമുക്കറിയാം. ഒക്കെ ആളെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഇല്ല, അന്ന് ഞായറാഴ്ചയാണ്, കണ്ടിട്ടില്ല ഞാൻ അത് ഉണ്ടാക്കണമൊന്നും. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ച് പുറത്ത് പോയതാണ്, ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചതാണ്. നമുക്ക് എന്നാൽ വേഗം വിനാടിന് കൊടുക്കട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വിനാട്ട് എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യുന്ന ആൾ വേഗം ടേസ്റ്റ് ചെയ്തോളി.
എങ്ങനെയുണ്ട്? ചെറിയൊരു കയ്പ്പ് വിലയുണ്ട്. നല്ല രസമുണ്ട് അമ്മ. ആണോ? എന്താ ഇതിലിട്ടെ? നിങ്ങൾ കയ്പ്പങ്ങ കഴിക്കോ? കയ്പ്പങ്ങ കഴിക്കൂല. എന്നാ അതിൽ കയ്പ്പങ്ങയാണ് ഇട്ടെ. പക്ഷെ കയ്പ്പേന ഫീലില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പ്പേൻ്റെ കയ്പ്പ് ഓവറായിട്ട് വരുന്നുണ്ടോ? ഇല്ല ഇല്ല, നല്ല രസം ഉണ്ടാകുമ്പോൾ ചെറിയൊരു കയ്പ്പുണ്ട്. അപ്പം നമ്മൾ കയ്പ്പങ്ങയാണല്ലോ ഇട്ടെ, അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കയ്പ്പുണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കരുന്നാ. പിന്നെ കയ്പ്പങ്ങ നല്ല ഇഷ്ടാട്ടോ. പക്ഷെ കയ്പ തീരെ കൂട്ടാത്തതാണ് ഞാൻ, പക്ഷേ എന്നാലും ഇത് പ്രത്യേക രസം. ഈ കയ്പ കൂട്ടാത്ത കയ്പമടിയന്മാർക്കുള്ള ഡിഷാണിത്. ഇതിന് പേരെന്താ ഞാൻ പറഞ്ഞതില്ലേ? കരീല ഗോഷ്. അപ്പോൾ വിനോദം പറഞ്ഞ കാര്യം തന്നെ ചെറിയൊരു കയ്പ് വിലയുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേക തരം ടേസ്റ്റ്, ഇതുവരെ നമ്മളാരും കൂട്ടാത്തൊരു ടേസ്റ്റില്ലേ. ചിക്കനിലൊരിക്കലും കയ്പാന്ന് പറഞ്ഞൊരു തോട്ട് പോലും വരുന്നില്ല, പക്ഷെ നമ്മളത് ഉണ്ടാക്കി കഴിക്കാൻ ഇപ്പം. ഇത് പൊറോട്ടയ്ക്ക് നല്ല രസമുണ്ടാവും. ആണോ? പ്രത്യേക ചെറിയൊരു കയ്പും നല്ലൊരു. ഇത് സൂപ്പറായിട്ടോ, അടിപൊളിയായിരുന്നു സംഭവം. അപ്പം നമ്മൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനൊരു കാരണമുണ്ട്. നമ്മളെ ശശിയേട്ടൻ അറിയില്ല എനിക്ക്, ബട്ടൺ ഹൗസത്തെ കാവനൂർ. അപ്പോൾ ഞങ്ങളൊരു കാവനൂർ ബട്ടൺ ഹൗസ് പറഞ്ഞൊരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ശശിധരൻ എന്ന് പറഞ്ഞൊരു ഏട്ടനാണ് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതായത് ആള് പിന്നെ ഈ സംഭവം ഒരുപാട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ആൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അത്രേ ബോംബെയിൽ. അപ്പോൾ ഓരാണിത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതെനിക്ക് പറഞ്ഞു തന്നതാണ് ആൾ. അപ്പോൾ ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ആൾ പറഞ്ഞിരുന്നു നല്ല ടേസ്റ്റാണെന്ന്. കയ്പ കഴിക്കാത്ത മടിയന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സംഭവമാണ്. കയ്പയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഡിഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കുക. എല്ലാവരും ഉണ്ടാക്കട്ടെ. ഈ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാവരും അറിയട്ടെ അല്ലേ. കയ്പ ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിച്ച് തുടങ്ങട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നൊക്കെ ആരെയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കി കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഇന്ന് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. അതുപോലെ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.